വയനാട് ചീരാലിൽ കരടിയുടെ ആക്രമണം. കിഴക്കേപ്പാട്ടത്ത് കവിയിൽ ജോസിന്റെ വീടിന് സമീപത്ത് കൃഷിയിടത്തിലാണ് കരടിയെ കണ്ടത്. പ്രദേശത്ത് വന്യജീവി ആക്രമണം പതിവാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. കിഴക്കേപ്പാട്ടത്തു നിന്നുള്ള ദൃശ്യമാണ്. ദീപക് മോഹൻ വിവരങ്ങളുമായി. ദീപക്, ഇപ്പോൾ കരടി ഇറങ്ങിയ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് വയനാട്ടിലെ കൃഷിയിടത്തിൽ. ഇത് സ്ഥിരം കാഴ്ചയാണെന്നാണോ നാട്ടുകാർ പറയുന്നത്? എന്താണ് ഇപ്പോൾ ഒരു പ്രതിവിധി? സ്മൃതി, മുൻപ് ചീരാലിൽ പുലിയുടെയും കടുവയുടെയും ഒക്കെ സാന്നിധ്യമുണ്ടായിരുന്നു. സ്ഥിരമായി നാളുകളായി ഈ മേഖലയിൽ പുലിയുടെ സാന്നിധ്യമുണ്ട്. നിരവധി വളർത്തുമൃഗങ്ങളെ പുലി ആക്രമിച്ചു കൊന്നിരുന്നു. അതിനിടയിലാണ് തൊട്ടു പിന്നാലെ ഇപ്പോൾ കരടിയും എത്തിയിരിക്കുന്നത്. ഈ ചീരാലിന് സമീപത്തുള്ള കിഴക്കേപ്പാട്ടത്ത് കവിയിൽ ജോസ് എന്നയാളുടെ കൃഷിയിടത്തിലാണ് അന്ന് രാവിലെ 9:30 കരടി എത്തിയത്. ജോസ് രാവിലെ കൃഷിയിടത്തിലേക്ക് പോയ സമയത്താണ് ഈ കൃഷിയിടത്തിനുള്ളിൽ കരടിയെ കണ്ടത്. ഉടൻ തന്നെ അദ്ദേഹം വനംവകുപ്പ് ജീവനക്കാർ വിവരം അറിയിച്ചിരുന്നു. മാത്രമല്ല ആ ഭാഗത്ത് നായ്ക്കൾ കുറച്ചുകൊണ്ട് കരടിയെ ആ മേഖലയിൽ നിന്ന് വനമേഖലയിലേക്ക് ഓടിച്ചു എന്നാണ് അവിടെ നിന്ന് നമുക്ക് ലഭിച്ച വിവരം. ഏതായാലും ആ പ്രദേശത്ത് വനംവകുപ്പ് ജീവനക്കാർ എത്തിയിട്ടുണ്ട്. ഒപ്പം ഈ സമീപത്തെ വയനാട് വന്യജീവി സങ്കേതത്തിൽ നിന്നാണ് കരടി എത്തിയതെന്നാണ് വനംവകുപ്പിന്റെ നിഗമനം. മാത്രമല്ല ഈ സമയത്തൊക്കെ ഈ ചക്കയും മാങ്ങയും ഒക്കെ സീസൺ സമയത്താണ് സാധാരണഗതിയിൽ കാട്ടാന പോലുള്ള മൃഗങ്ങളൊക്കെ ജനവാസ മേഖലകളിലേക്ക് എത്തുക. പക്ഷേ കരടിയെ സംബന്ധിച്ചിടത്തോളം മധുരമുള്ള തേനാണ് സാധാരണ. തേനീച്ചക്കൂടുകളൊക്കെയാണ് പ്രിയമായിട്ടുള്ളത്. ആ മേഖലയിലൊക്കെ തേനീച്ചക്കൂടുകളുണ്ട്. അത് തേടിയാണ് കരടി വന്നത് എന്നൊരു സംശയം വനംവകുപ്പ് ജീവനക്കാർ പങ്കുവയ്ക്കുന്നുണ്ട്. ഏതായാലും ജോസ് പകർത്തിയ ആ ദൃശ്യങ്ങളാണ്. ഇപ്പോൾ കരടിയെ 2 നായ്ക്കൾ വനമേഖലയിലേക്ക് ഓടിച്ചു മാറ്റിയിട്ടുണ്ട് എന്നാണ് വനംവകുപ്പിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരം. സ്മൃതി, ശരി. ദീപക് മോഹനാണ് വയനാട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നൽകിയത്. തേൻ പ്രതീക്ഷിച്ച് കരടി കൃഷിയിടത്തിൽ വന്നതിന്റെ കാഴ്ചകളാണ് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് കാണുന്നത്.